അധ്യായം 37. ബെസലേൽ പെട്ടകം ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അതകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ചുറ്റുമതിന് പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അതിന്റെ 4 കാലിനും ഇപ്പുറത്ത് 2 വളയം, അപ്പുറത്ത് 2 വളയം, ഇങ്ങനെ 4 പൊൻവളയം വാർപ്പിച്ചു. അവൻ ഖദിരമരം കൊണ്ട് തണ്ടുകളുമുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. പെട്ടകം ചുമക്കേണ്ടതിന് ആ തണ്ട് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ചെലുത്തി. അവൻ തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരുന്നു. അവൻ പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി. കൃപാസനത്തിന്റെ 2 അറ്റത്തും അവയെ അടിപ്പുപണിയായി ഉണ്ടാക്കി. ഒരു കെരൂബ് ഒരറ്റത്തും മറ്റേ കെരൂബ് മറ്റേ അറ്റത്തും. ഇങ്ങനെ കെരൂബുകളെ കൃപാസനത്തിന്റെ 2 അറ്റത്തും അതിൽ നിന്ന് തന്നെ ഉള്ളവയായിട്ട് ഉണ്ടാക്കി. കെരൂബുകൾ മേലോട്ട് ചിറകു വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും ചെയ്തു. കെരൂബുകളുടെ മുഖം കൃപാസനത്തിനു നേരെ ആയിരുന്നു. അവൻ ഖദിരമരം കൊണ്ട് മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുണ്ടായിരുന്നു. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവുമുണ്ടാക്കി. ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അതിന് 4 പൊൻവളയം വാർത്ത് 4 കാലിന്റെയും ഓരോ പാർശ്വത്തിൽ തറച്ചു. മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു. മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുവാനുപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി. അവൻ തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കി. വിളക്ക് അടിപ്പുപണിയായി ഉണ്ടാക്കി. അതിന്റെ ചുവട് തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു. നിലവിളക്കിന്റെ ഒരു വശത്തുനിന്ന് 3 ശാഖ, അതിന്റെ മറ്റേ വശത്തുനിന്നും 3 ശാഖ, ഇങ്ങനെ 6 ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും. ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട ശാഖ 6ലും ഉണ്ടായിരുന്നു. വിളക്കുതണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ 4 പുഷ്പപുടം ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്കു കീഴെ 1 മുട്ടും, അതിൽ നിന്നുള്ള മറ്റേ 2 ശാഖയ്ക്കു കീഴെ 1 മുട്ടും, അതിൽ നിന്നുള്ള ശേഷം 2 ശാഖയ്ക്ക് കീഴെ 1 മുട്ടും, ഇങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖ 6നും കീഴെ ഉണ്ടായിരുന്നു. മുട്ടുകളും ശാഖകളും അതിൽ നിന്നു തന്നെ ആയിരുന്നു. അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒറ്റ അടിപ്പുപണിയായിരുന്നു. അവൻ അതിന്റെ 7 ദീപവും അതിന്റെ ചവണകളും കരിന്തിരിപ്പാത്രങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി. 1 താലന്ത് തങ്കം കൊണ്ട് അവൻ അതും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അവൻ ഖദിരമരം കൊണ്ട് ധൂപപീഠം ഉണ്ടാക്കി. അത് 1 മുഴം നീളവും 1 മുഴം വീതിയും ഇങ്ങനെ സമചതുരം ആയിരുന്നു. അതിന് ഉയരം 2 മുഴം ആയിരുന്നു. അതിന്റെ കൊമ്പുകൾ അതിൽ നിന്നു തന്നെ ആയിരുന്നു. അവൻ അതും അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അത് ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വക്കിനു കീഴെ 2 പാർശ്വത്തിലുള്ള ഓരോ കോണിങ്കലും ഓരോ പൊൻവളയം ഉണ്ടാക്കി. ഖദിരമരം കൊണ്ട് തണ്ടുകളുമുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധവുമുള്ള നിർമ്മല ധൂപവർഗവും തൈലക്കാരന്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി.